ജോണി തോണി പോയി ജോണിക്കില്ല ജോലി മുറ്റത്തൊരു തോണി തോണിക്കാരൻ ജോണി തോണി ഒഴുകി പോയി ഇപ്പോൾ ജോണിക്കില്ല ജോലി മുറ്റത്തൊരു പിന്നെ പോടാ നിന്റെ സീറ്റ് വരുന്നത് ഞാൻ കണ്ടതല്ലേ പൊടി വെട്ടി ഞാനെല്ലാം മുറ്റത്തൊരു തോണി തോണിക്കാരൻ ജോണി തോണി ഒഴുകി പോയി നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഞാനെന്ത് ചെയ്യാനാ നീ വീട്ടിൽ പോടാ ഒന്ന് പോടേ തോണി തോണിക്കാരൻ തോണി തോണി ഒഴുകി പോയി ഇപ്പോൾ തോണിക്കില്ല തോണി എഴുന്നേറ്റ് പോയടാ ആ എഴുന്നേക്ക് ഔട്ടായത് തന്നെയാ എഴുന്നേറ്റ് പോടാ എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ കസേര മൈൻഡ് ചെയ്യണ്ട നമുക്ക് കളിക്കാം മുറ്റത്തൊരു തോണി തോണിക്കാരൻ ജോണി തോണി ഒഴുകി പോയി ഇപ്പോൾ തോണിക്കില്ല ജോലി മുറ്റത്തൊരു തോണി തോണിക്കാരൻ ജോണി എഴുന്നേക്കരുത് മുറ്റത്തൊരു തോണി തോണിക്കാരൻ ജോണി തോണി ഒഴുകി പോയി ഇപ്പോൾ തോണിക്കില്ല ജോലി മുറ്റത്തൊരു തോണി തോണിക്കാരൻ ജോണി എടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു 28 വയസ്സ് ഇങ്ങോട്ട് വരുന്ന വഴി ബസ് വെച്ച് ഒരു നെഞ്ചുവേദന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വഴി മരിച്ചുപോയി എന്ന് വെച്ച് എല്ലാ 28കാരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുവാണ് ഇല്ല എടോ തൻ്റെ ഫാദർ 40 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് താനും അങ്ങനെ മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ തനിക്ക് ഇപ്പം ഇങ്ങനെ പേടി വരാനുള്ള കാരണം അത് ഡോക്ടറെ ഇപ്പം എൻ്റെ ഈ കൊളസ്ട്രോളിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴാണ് പേടി കൂടിയത് ഇപ്പം എത്ര ഉണ്ട് കൊളസ്ട്രോൾ 380 ട്രൈഗ്ലിസറൈഡ് ട്രൈഗ്ലിസറൈഡ്സ് 280 കൊള്ളാം 32-ാം വയസ്സിൽ 380 കൊളസ്ട്രോൾ താൻ സിഗരറ്റ് വലിക്കും ആ വല്ലപ്പോഴും എത്ര എണ്ണം അതിപ്പോൾ ഒരു പാക്കറ്റ് 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കും എടോ സിഗരറ്റ് എന്തുമാത്രം കൊളസ്ട്രോൾ ഷൂട്ടപ്പ് എന്ന് എനിക്കറിയാവോ താൻ കള്ളു കുടിക്കൂ 3 പെഗ് 4 പെഗ് പിന്നെ അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ സർ ഫുഡ് ഹാബിറ്റ്സ് ഉദ്ദേശിച്ചത് ഈ വർത്തം പൊരിച്ചൊക്കെ ആ അതൊക്കെ നല്ലോണം കഴിക്കും എടോ താൻ ഹാർട്ട് അറ്റാക്കിനെ പേടിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാര്യങ്ങളാണ് പിന്നെ പകലുറക്കം പകല് ഞാൻ നല്ലോണം ഉറങ്ങാറുണ്ട് എടോ പകലുറക്കോടെ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗത്തിനും കാരണം ഓ തനിക്ക് ഒരു മരുന്ന് എഴുതരാം താൻ ആദ്യം പ്രോപ്പറായിട്ടൊന്ന് ഉറങ്ങും ഇനി താൻ ഒരു പാക്കറ്റ് സിഗരറ്റോ ഒരു പ്ലേറ്റ് ബീഫോ കഴിച്ചാൽ തൻ്റെ കാര്യം പ്രശ്നത്തിലാവും മനസ്സിലായോ പൊറോട്ട പൊറോട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. പൊറോട്ട ചിക്കൻ റെഡി സാറേ. ചേട്ടാ ഗ്രേവി വേണം. എടുക്കാം. ഓക്കെ.
സേർട്ടോളൂ ഏതാ ഗോൾഡ് എത്ര എണ്ണ ഒരു പാക്കറ്റ് വേറെ ഉണ്ടേ വേറെ ആ മതിയാ ഓക്കെ നീ വല്ല കഴിച്ചോടാ? ഇല്ല. ഇന്നിവിടെ ഉച്ചക്ക് മീൻ വറക്കുണ്ടായിരുന്നല്ലോ. മീൻ വറുത്തില്ലേ? നിനക്ക് കൊളസ്ട്രോൾ ഉള്ളതല്ലേ, അതാദ്യം കുറയ്ക്കാൻ നോക്ക്. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സാധാരണമായി തന്നെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ചും സൈലന്റ് സുരേട്ടാ കഴിക്കാന്നല്ല എല്ലാം തീർന്നില്ല മാട്ടി. ഒരു പൊറോട്ട ഇത്തിരി പൊട്ടിക്കറി ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ആ ചേട്ടാ ഏ വലിക്കാന്നല്ല. Upon that light fairy tales, would you lay down? Now the light. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും ശ്രമിക്കുക. With all your fears deep inside, on that night.
സാറേ ഫോൺ അടിക്കണ്ട. ഹലോ ഹലോ അല്ല ഞാനടാ ആ പറ മാറ്റി. ഭയങ്കര നെഞ്ചുവരടാ. ഭയങ്കര ഇത് വരാൻ പറ്റും? എടാ എനിക്ക് വർക്കുണ്ട്, ഞാൻ വർക്കിലാടാ. ഒന്ന് പറ പ്ലീസ്. എടാ നിനക്ക് സ്ഥിരം വരാനുള്ള പെയിൻ അല്ലയോ? അല്ല ഈ സാധാരണ വന്നവരോടാ എനിക്ക് ശരിക്കും വേറെ കണ്ടോ പ്ലീസ്. നമ്മുടെ ആൽബരുടെ അടിക്ക് വന്നില്ലേ? ഓ നിന്റെ കാര്യം നീ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. വെയിറ്റ് ചെയ്യ്. വല്ല കുഴപ്പമുണ്ടോ? ആ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, പേടിച്ചില്ല, കുഴപ്പമില്ല. എനിക്ക് ആ സിസ്റ്റർ അത്ര കറക്റ്റാകുന്നൊരു വേറെ എവിടെയെങ്കിലും പോയിട്ട് നോക്കിയാലേ? നീ ആ ഡോറടാ. ആ ഇപ്പൊ മനസ്സിലായില്ലേ? ഗ്യാസാ. നീ ഇവിടെ പോ. സേർട്ട് വാങ്ങി. ഏടാ നിന്റെ സീട്ട് വലിയ ആദ്യം നിർത്ത്. അല്ല DDC പോണം. എന്താ DDC പോണം. ബ്ലഡ് ഒക്കെയാണ്. കുറച്ച് ദിവസമായി കൊളസ്ട്രോളൊക്കെ ഇട്ട്. എടാ ഇവിടെ ഈ രാത്രിക്ക് ഈ പാതിരാത്രിക്ക് ഏത് DDC ആടാ തോന്നുന്നു വെച്ചേക്കുന്നത്? പനമ്പിളയുടെ DDC 24 hours. അതുപോലെ തന്നെ സ്ഥല തിയേറ്ററില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് DDC ഉണ്ട്, അത് വിളിക്കണവരുണ്ട്. പിന്നെ നമ്മുടെ MG റോട്ടിലൊരു DDC ഉണ്ട്, അത് 24 hours ഓപ്പണാണ്. മുഴുവൻ ഡേറ്റാബേസ് എടുത്ത് വെച്ചേക്കും ഇല്ലയോ? കുത്തുവാണേ. ആ പെയിൻ ഇല്ലല്ലോ? ഇല്ല. സിസ്റ്റർ കോട്ടൺ നിർത്തേ. സിസ്റ്റർ റിസൾട്ട് നാളെ രാവിലെ വന്നാൽ മതി. ശരി. റെസിപ്റ്റ് കൊണ്ടുവരണേ. ശരി ഓക്കെ സിസ്റ്റർ. ചത്തോ? ഞാൻ വിചാരിച്ചു ചത്തെന്ന്. താക്കോലോട്. താക്കോൽ എന്തിനാ? എനിക്ക് പുറത്തോണം. എന്തിനാ ഇപ്പൊ പുറത്തു പോകുന്നത് പാതിരാത്രി? എനിക്ക് ജസ്റ്റ് പോകണം, കുറച്ച് കാരണം ആലോചിക്കാണ്ട്. ഈ വീട്ടിൽ നിന്നാ കിട്ടാത്ത എന്താലോചന പുറത്തു പോയി കിട്ടുന്നത്? ഞാൻ ഒറ്റക്കല്ല, എൻ്റെ പാലനുണ്ട്. അലൻ ജോലി കയറിയില്ലേ? അറിയാൻ പാടില്ല മുന്നേണ്ടി അവിടെ പുറത്ത് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താക്കോലോടെ. അവനും തുടങ്ങി പ്രാന്ത്. താക്കോലോടെ. ആ മേശയുടെ പുറത്തുണ്ട്. ആ മോനെ മാട്ടി, ഈ മരിപ്പെന്ന് വെച്ചാൽ എന്താ അറിയാവോ? നമുക്ക് ആ കിടന്ന കിടപ്പ് എല്ലാവരെയും കാണാം. നമ്മളെ പള്ളിയിൽ കൊണ്ടുവരണവരെയും ചുറ്റിലിരുന്ന് കരയണവരെയും എല്ലാവരെയും കാണാം. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്തോ?
കാരണം നമ്മ പെട്ടി കിടക്കല്ലേ. രാത്രിയാകുമ്പോൾ പാറ്റയും പഴുതാരം വന്ന് അമ്മാമ്മനെ കടിക്കും. അപ്പോൾ അമ്മാമ്മ പറയും, കടിക്കല്ലേ കടിക്കല്ലേ പാറ്റേ, കടിക്കല്ലേ പഴുതാരെ. അമ്മാമ്മക്ക് വേദന എടുക്കും. പക്ഷെ അവർ കേൾക്കുക. നമ്മ ആ വേദന സഹിച്ച് നമ്മ അവിടെ കിടക്കും. അതെന്റെ പേരാണ് മരിപ്പ്. സത്യം പറ, അമ്മച്ചി കഴിക്കാൻ കഴിയണം. അമ്മമ്മ മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പേടിക്കണ, അമ്മച്ചിയൊന്നും ചെയ്യാനൊന്നും പോലുള്ള. അമ്മച്ചി അവിടെ എന്ത് പറഞ്ഞോണ്ടിരിക്കണേണ്? അപ്പ അമ്മൂമ്മ ചാകനെ പറ്റി പറഞ്ഞോണ്ടിരിക്കണേ. അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല. വയസ്സാവുമ്പോ എല്ലാരും മരിക്കും. വെറുതെ കൊച്ചിനെ പേടിപ്പിക്കാൻ. നീ കിടന്നവനെ വല്ല പ്രാർത്ഥിച്ച് കിടന്ന് ഉണങ്ങാൻ നോക്ക്. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവ് ചിരിക്കും. പച്ചപ്ലാവ് ചിരിക്കും. മാട്ടി കിടക്കാൻ പറ്റണില്ല മോനെ. മാറ്റേ പഴുതാരെ വന്ന് കടിക്കണേട്ടാ. വേദന സഹിക്കാൻ പറ്റണില്ല മോനെ. അപ്പന് വിളി മോനെ, അങ്കിൾമാരെ വിളി മോനെ. മാമക്ക് പേടിയാവണം മോനെ. മോനെ മാട്ടി. എന്താ മോനെ? എന്ത് പറ്റി മോനെ? എന്ത് പറ്റി? അപ്പ അപ്പുറത്തുണ്ട് കേട്ടോ. മോൻ കിടന്നു.
സിസ്റ്ററെ ഇന്നലെ രാത്രി കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പേരെന്താ? പേര് മാർട്ടിൻ. മാർട്ടിൻ. ആണോ? സിസ്റ്ററെ കൊളസ്ട്രോളിന്റെ റിസൾട്ട് എത്രയെന്ന് പറയാൻ പറ്റും? കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലാണ്. കൊളസ്ട്രോൾ എത്രയുണ്ട്? 370. ട്രൈഗ്ലിസറൈഡ്സ് 400. പത്തരയാകുമ്പോൾ ഡോക്ടർ വരും. ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതി. വേണ്ട സിസ്റ്റർ, ഞാൻ വേറെ ഡോക്ടറെ പുറത്ത് കാണാം. റിസൾട്ട് ഹലോ ഹലോ, എന്താടാ? കൊളസ്ട്രോൾ റിസൾട്ട് കിട്ടി. അതിന് നീ എപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു? കൊളസ്ട്രോൾ ഇന്നലെ ചെക്ക് ചെയ്തു. ഇന്നലെ രാത്രി. എത്രയുണ്ട് കൊളസ്ട്രോള്? കൊളസ്ട്രോൾ 370. ട്രൈഗ്ലിസറൈഡ്സോ? ട്രൈഗ്ലിസറൈഡ്സ് 400. നീ ഉണ്ടല്ലോ ചത്തിട്ട് പോയി ശവമായിട്ടിട്ട് വന്നാ മതി, മനസ്സിലായോ? അമ്മേ, അമ്മ എനിക്ക് കൺട്രോൾ ചെയ്യാമേ. ഇനി നീ എന്ത് കൺട്രോൾ ചെയ്യാനാ പോന്നേ? ഈ വീട് എങ്ങനെയാ നടന്നു പോകുന്നത് നിനക്കറിയോ? നീ 10 പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? ഇതിന്റെ പെൻഷനും കൊണ്ട് നടന്നു പോകുന്നുള്ള കാര്യം അറിയാവോ? നിന്നെ ചികിത്സിക്കാൻ ഇനി എന്റെ കയ്യിൽ 10 പൈസ ഇല്ല, മനസ്സിലായോടാ? നീ പോയിട്ട് കള്ളും സിഗരറ്റും ഒക്കെ മേടിച്ചിരുന്ന കൂട്ടുകാരില്ലേ, അവരോട് പറ എനിക്ക് അസുഖമാണ്, എനിക്ക് രോഗമാണ്, എനിക്ക് ചികിത്സിക്കാൻ കാശില്ലെന്ന് പറ. എന്നിട്ട് നീ അവരുടെ കൂടെ പോയി കുറെ കുറെ സിഗരറ്റും വലിച്ച് നീ ചത്തിട്ട് ശവമായിട്ട് ഇങ്ങോട്ട് വന്നാ മതി, മനസ്സിലായോടാ? അമ്മ ഒരു സമാധാനം വിളിച്ചപ്പോ ഒന്ന് വെച്ചിട്ട് പോടാ. ബീഫ് വേണം? വേണ്ട വേണ്ട. ഒരു ബീഫ്. മുപ്പത്തിരണ്ടാം വയസ്സിൽ 280 കൊളസ്ട്രോളോ? മരണത്തെ വെറുതെ വിളിച്ചു നിർത്തുവാണോ താൻ? താനിതോടെ പോയി കിടക്കുമായിരുന്നു. താനൊക്കെ എത്ര ആളായി? താൻ എന്ത് പണിയായി കാണിക്കണേ? താനിപ്പോ പത്രമൊന്നും വായിക്കാറില്ലേ? ഇന്നത്തെ മാതൃപത്രം താൻ വായിച്ചോ? അതിന്റെ ലാസ്റ്റ് പേജ് ഇതാക്കണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചാൽ, നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ പ്രായമായി വരികയല്ലേ? എന്തായി കാണിക്കണം? എന്താണ് സംഭവം? തന്നെ ഒരു ബ്രോഷർ ഏൽപ്പിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? പപ്പച്ചേട്ടൻ എനിക്ക് പോണം. താനിനി കൂടുതലൊന്നും പറയണ്ട. ഞാൻ വണ്ടോട്ട് കിടക്കി ഇങ്ങോട്ട് വരാനേ. മാട്ടിനെ ഞങ്ങൾ ഈ വണ്ടി ആട്ടി എറണാകുളം ജില്ല മൊത്തം കറങ്ങി അല്ലേടോ? പിന്നെ അരവിന്ദാട്ടൻ സാറിനെയും കൊണ്ട് ഓളിക്കൊണ്ട് ബാക്കിയുള്ളൂ. സേതുപാദൻ സാറിനെ കൊണ്ടാക്കാൻ ഞങ്ങൾ പോയപ്പോൾ അയാൾ വണ്ടിയായിട്ട് നേരിട്ട് അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. ഒരു ഫോണിന്റെ കാര്യം ഉണ്ടായിരുന്നു. എന്നാലും വണ്ടി ഓടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോഴല്ലേ ഇതിനൊക്കെ അവസരം കിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റും ഇതുപോലെ ഒരു സാധനം വാടകത്ത് കൊണ്ട് നടക്കാൻ. കിട്ടുന്ന അവസരം മുതലാക്കുക, അത്രേ ഉള്ളൂ.
എന്താ പപ്പച്ചേട്ടാ പരിപാടി? ഫെസ്റ്റിവൽ തനിക്കറിയണോ? തനിക്ക് ഇന്നാളാ ബുക്ക്ലെറ്റ് തന്നല്ലേ? ആ കെനിയം പടം കഴിഞ്ഞ ഗേറ്റിന്റെ പാതക്കൾ പറ്റി തന്നു ഓർക്കണില്ലേ? ആ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് ബുക്ക്ലെറ്റിൽ എഴുതിയിരിക്കുന്ന പീതാംബര ഭാഷയുടെ കവിത എങ്ങനെയുണ്ട്? ആ വായിച്ചിരുന്നു. ആ ഗോത്രങ്ങളിൽ വീണ പുൽനാമ്പുകളെ അതിൽ നിന്ന് വിരിയും 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 വിരിയും. എന്തായിരുന്നു എന്തായിരുന്നു? ഇതിലുകളെ ഇളകളെയൊന്നും അല്ലടോ, പുത്രകാമേഷ്ടികളെ. എടോ തന്നെ 50 ലാക്സ് ഉണ്ട് എടുക്കാൻ. 50 ലാക്സ് ഉണ്ട് എടുക്കാൻ. താനിട്ട് സീറ്റ് വാങ്ങിക്കും. ഞാൻ ആ പ്രൊജക്റ്റുകാർക്ക് സന്ധി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു. കിട്ടിയോ? വലിയ നിർത്തി. എന്ന് കഴിഞ്ഞ ഞായറാഴ്ച മാറ്റി മേടിക്കുന്നത് ഞാൻ കണ്ടതല്ലേ? അല്ല, അതിന്റെ പിറ്റേന്നാണ് നിർത്തിയത്. അങ്ങനെയാണ് മാറ്റിനെ കൊണ്ട് ഞാൻ മേടിപ്പിക്കൂ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയല്ലോ. അപ്പൊ പിന്നെ പപ്പച്ചേട്ടാ നമുക്ക് പോവാം. വീട്ടിൽ പോണം, അത്രേ ഉള്ളൂ. വണ്ടിക്കകത്ത് കുറെ ബുക്ക്ലെറ്റ്സ് ഇരിപ്പുണ്ട്, അതാ മാഷിനെ ഒന്ന് ഏൽപ്പിക്കണം. അവിടെ വെച്ച് 2 ഞാൻ വീശും. ആ ഒരിക്കാം. പിന്നെ നമ്മുടെ അജയനെ ഉണ്ടല്ലോ, വീട്ടിലെത്തിക്കും. എത്തിച്ചേക്കാൻ പോരെ? എങ്ങനെ ഉണ്ടായിരുന്നു? മിനുവിന് കളിക്കില്ലേ? എന്തൊരു വിലുമേക്കറ അല്ലേ? ഒരാള് മിനുവിനോട് ചോദിച്ചത്രേ, നിങ്ങളുടെ സിനിമയിൽ സ്റ്റാർട്ടിങ് എൻഡിങ് ഒന്നും ഇല്ലേ? അപ്പോഴേ മിനുവിന് പറയാ, എവരിത്തിങ് ഈസ് ദേർ ബട്ട് ഡോണ്ട് ഇൻ ദാറ്റ് സെയിം ഓർഡർ. മിനുവിനോടാ കളി. ഇതിന്റെയൊക്കെ DVD എല്ലാ സ്ഥലത്തും കിട്ടുമായിരിക്കും. പക്ഷേ ആ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴുള്ള സുഖം അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. എടോ മാട്ടിനെ, താൻ ആ കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഒന്നിച്ച് നിർത്തിയതേ മഹാദണ്ഡിതരായി അല്ലടാ ജയ? ആ അതെ അതെ അതെ. ഇവിടെ 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 സൈഡിലോട്ട്. മാറ്റനെ വാ. പപ്പച്ചേട്ടൻ പോയി ഞാൻ വണ്ടി ഇരുന്നോളാം. വാടോ, ഒരു കമ്പനിക്ക് താനും വാടോ. ചെല്ലേ, ആൾക്കൊരു കമ്പനി കൊടുക്ക്. മാറ്റനെ, ഇതാ രവിന്ദാക്ഷ മാഷിന്റെ വീട്. വരൂ. ഇത് ഇവിടെ വെക്കാം. സാറെടുത്തോളൂ. നമസ്കാരം. താനുണ്ടോ? ആ വരും, ഇരിക്ക. ആ സ്റ്റൂള് വലിച്ചിട്ടിരിക്കും മാർട്ടിൻ. ഉള്ളത് പറയാലോ, ഞങ്ങൾ 2 അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോ തുടങ്ങിക്കോ. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? ഇത് മാർട്ടിൻ, നമ്മുടെ വളരെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ആൻഡ് ഈസ് ഓൾസോ എ റൈറ്റർ. മാർട്ടിൻ, ഇവരെയൊക്കെ മനസ്സിലായോ? ഗോപാലമാഷിനെ അറിയാം. സാറിന്റെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മടത്തിൽ റിസോർട്ടിന്റെ ഓണർ സെബാസ്റ്റ്യൻ സാറ്. ഇത് ISRO, ഇപ്പൊ റിട്ടയർഡ്. ഇങ്ങനെ അറിയാതെ ഒന്നും പോകൂലായിരുന്നു അവിടെ. പഞ്ചായത്തിനെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. സൊസൈറ്റിയുടെ ജീവൻ എവിടെയാണെങ്കിലും ശ്വാസം അവിടെയല്ലേ. എത്ര നാളായി നല്ലൊരു സിനിമ കണ്ടിട്ട്, നല്ലൊരു പാട്ട് കേട്ടിട്ട്. 90-ഓടെ എല്ലാത്തിനും ഒരു നിലവാര തകർച്ച വന്നു. ശരിയല്ലേ പപ്പഞ്ചേട്ടാ? ആ പറഞ്ഞത് ശരിയാ. ലോകത്തിലെ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു നിലവാര തകർച്ച വന്നിട്ടുണ്ട്. അത് സിനിമയെയും ബാധിച്ചു. കുറച്ചു കാലം കഴിയുമ്പോ ഈ സിനിമ അങ്ങ് നിൽക്കും. നാടകത്തിന് പറ്റിയ പോലെ ഇരിക്കും. എല്ലാത്തിനും ഒരു കാലഹരണമുണ്ട്. അത് മനുഷ്യനായാലും ടെക്നോളജി ആയാലും അത് ദൈവത്തിന്റെ നിയമമാണ്. അത് കഴിഞ്ഞാൽ അത് നശിക്കും.
മറ്റെന്തിലേക്കോ ലയിക്കും. ഓരോന്നിനും ദൈവം ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പുള്ളിയെ തിരിച്ചു വിളിക്കും. അത് ശരി, നമ്മളെല്ലാം ഓരോ നിയോഗങ്ങളായിട്ട് ജനിച്ചതല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അറ തുറക്കാൻ വേണ്ടി വാദിച്ച വക്കീലിൻ്റെ കാര്യം തന്നെ എടുത്താൽ പോരെ. അറ തുറന്നതിൻ്റെ പിറ്റേ ദിവസം പുള്ളി മരിച്ചുപോയില്ലേ? അയാൾ പഠിച്ചിരുന്ന കാലത്തോ വാദിച്ചിരുന്ന കാലത്തോ ഇയാൾ ആലോചിച്ചിരുന്നോ ഇതാണോ ഇയാളുടെ നിയോഗം എന്ന്? എൻ്റെ കാര്യം തന്നെ ഇപ്പോൾ നോക്ക്. എൻ്റെ ഈ ശരീരത്തിൽ ലിവർ എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇല്ലേന്ന് ചെറിയ മറിയസ് ഡോക്ടർ പറഞ്ഞിട്ട് 10 വർഷമായി. ഞാൻ ഡെയിലി കുടിക്കണതല്ലേ, നിങ്ങൾ കാണണതല്ലേ. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? വല്ല ക്ഷീണമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തിനാ എന്നെ ഇങ്ങനെ നിർത്തിയേക്കണത്? അത് പിന്നെ ഫിലിം ഫെസ്റ്റിവൽ അരവിന്ദാക്ഷൻ സാറില്ലെങ്കിൽ നടക്കൂ. അതിനു വേണ്ടി ഇരുത്തിയേക്കണല്ലേ. ദൈവത്തിനറിയാ. ദൈവത്തിന്റെ ഒരു കാര്യം അതിന് ഒഴിക്കട്ടെ. ഈ ദൈവത്തിന് സിനിമയായിട്ട് ബന്ധമുണ്ടോ? ദൈവത്തിന് മനുഷ്യമായിട്ട് ബന്ധമില്ലേ? ഇല്ലേ? മനുഷ്യരാണല്ലോ ഈ സിനിമ ഒക്കെ പിടിക്കണം. അപ്പൊ ഉറപ്പായിട്ടും ദൈവത്തിന് സിനിമയായിട്ട് ബന്ധം കാണും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ബന്ധമുണ്ടാവും. അപ്പോ ഒന്നും ആലോചിക്കാനില്ല. നമ്മുടെ നിയോഗങ്ങളെല്ലാം തീർത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോണവരെ നമ്മുടെ നിയോഗങ്ങളൊക്കെ തീർത്തിട്ടേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോളോ? പിന്നെ എന്നാ പിന്നെ എന്റെ അപ്പൻ 40-ാം വയസ്സിൽ മരിച്ചു പോയതാ. തന്നെ പോലെ ഒരുത്തനെ ഉണ്ടാക്കിയില്ലേ? അതാണ് അയാളുടെ നിയോഗം. തന്നെ ഉണ്ടാക്കി അയാൾ പോയി, അത്രേ ഉള്ളൂ. പപ്പച്ചേട്ടാ രണ്ടടിച്ചോട്ടെ. നീ അടിക്കടാ, അടിടാ. കേറട്ടെ അങ്ങോട്ട്, അങ്ങോട്ട് കേട്ടിക്ക്, അങ്ങോട്ട് കേറട്ടെ. ആ അങ്ങോട്ട് വലിച്ചു കയറ്റി കേട്ടിക്ക്, അങ്ങോട്ട് കേട്ടെ. ആ അത് തന്നെ, അത് തന്നെ. ആ ഇപ്പഴാടാ നീ മാട്ടിനായേ. കള്ളു കുടിക്കാത്തവൻ എന്ത് കലാകാരൻ. അടിയടാ മാട്ടിനെ. 4 നമ്മുടെ ഫസ്റ്റ് പേര്, അടുത്ത 4 നമ്മുടെ സെക്കൻഡ് പേര്. പപ്പച്ചേട്ടാ, 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 എന്തുവാ? നമ്മുടെ ഈ നിയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ? പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചേക്കുന്നത് തിരിച്ചറിഞ്ഞിട്ട് ആ നിയോഗത്തിൽ നിന്ന് മാറിയത് ഞാൻ മരണത്തിന് സംഭവിക്കും. എന്താണ്? അല്ലേട്ടാ, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചേക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ നിയോഗത്തിൽ നിന്ന് മാറിയെന്ന് കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് എന്ത് സംഭവിക്കും ചേട്ടാ? ഒന്ന് പോയി കിടന്നോ. കോപ്പിലെ ഒരു നിയോഗം. സോറി. ശരി. നീ കുടിച്ചിട്ടുണ്ടോ? നീ കുടിച്ചിട്ടുണ്ടോ എന്നാ? നീ ആരെ തോപ്പിക്കാനാ ഇങ്ങനെ തുടങ്ങുന്നേ? നീ ചാവാൻ പോണേണോ കുടിച്ചിട്ട്? നിന്നോടല്ലേ ചോദിച്ചത്? ഇത് എന്റെ വീടാ.
നീ നാളെ തൊട്ട് ഇറങ്ങി പൊക്കോ ഇവിടുന്ന്. നിനക്ക് കള്ള് മേടിച്ചിരുന്ന അവന്മാരില്ലേ, അവിടെ അങ്ങ് കിടന്നാ പോരെ നിനക്ക്? നീ എന്തിനാ ഈ രാത്രിയിൽ ഇങ്ങോട്ട് എന്നെ ചുറ്റിക്കാൻ വേണ്ടി കെട്ടിയെടുക്കുന്നത്? കള്ളു കുടിച്ചോണ്ട് മേലെ ഈ കുടുംബത്തോട് കയറി വന്നു പോയിട്ടില്ല. മറ്റേ കള്ളുകൂടിയമാർക്കൊക്കെ കയറി ഇറങ്ങാനുള്ളതല്ലേ ഈ വീട്. അപ്പൊ ഒന്നും ആലോചിക്കാനില്ല. നമ്മുടെ നിയോഗങ്ങളെല്ലാം തീർത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നവരെ ഞാൻ നേരത്തെ വരാം. ഞാൻ നേരത്തെ വരാന്ന്. എടാ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേക്കണ്ട നീ വാ. ഏതാ നാളെ? പൂരാടം. എന്താ അറിയണ്ടേ? ആയുസ് 75 വയസ്സ് കാണുന്നുണ്ട്. ആണല്ലേ സ്വാമി? ഈ ആയുസ് മുഴുവൻ കിട്ടുമോ സ്വാമി? ദൈവം തന്നിരിക്കുന്ന ആയുസ് 75 കള്ളുകുടിച്ച് ലിവർ കളഞ്ഞിട്ട് ആയുസ് കുറഞ്ഞു പോയതിന് ദൈവത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര കാമുകിമാരുണ്ട്? എന്താ സാർ? അല്ല, കാമുകിമാരെത്രയുണ്ട്? അങ്ങനെ ആരുമില്ല. അതിപ്പോ താനറിയണമെന്നില്ലടോ. അങ്ങനൊന്നും ഉറപ്പാ. എനിക്കറിയാം. എന്റെ അറിവില്ല സ്വാമി. തന്റെ വീടിന്റെ അടുത്ത് താനറിയാതെ തന്നെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടാവും. പെണ്ണുങ്ങളുടെ മനസ്സല്ലേടൂ. ചിലപ്പോ തന്റെ കൂട്ടുകാരന്റെ ഭാര്യ തന്നെ ആവും. അല്ല, എന്റെ വീടിന്റെ അടുത്ത് അങ്ങനെ മറ്റേ തൊട്ടപ്പുറത്തുള്ള അങ്കിളും ആന്റിയാണ്. പിന്നെ ബാക്കിൽ ജിതീഷിന്റെ വീട്, ബാക്കിൽ സീൻ ആന്റി. അവിടെ നിന്ന് അങ്ങനത്തെ ആരുമില്ല. പിന്നെ ഈ കൂട്ടുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ സ്വാമി, ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ പറ്റുമോ? ചെറുപ്പത്തിൽ ഒരുപാട് അടി കൊണ്ടുണ്ടാവല്ലോ. കറക്റ്റ് സ്വാമി. കൊണ്ടില്ലേ? അടി കൊണ്ടില്ലേ ഇഷ്ടം പോലെ? ചെറുപ്പത്തില് എല്ലാരും അടികൊള്ളാത്ത ആളില്ല. വെളിയിലേക്കാൾ കൂടുതൽ പ്രശ്നങ്ങള് അകത്ത് തന്നെയാണ്. കറക്റ്റാ സ്വാമി, കറക്റ്റാ. എനിക്കറിയാവുന്നല്ലേ എൻ്റെ വീട്ടിലെ കൂടുതൽ പ്രശ്നങ്ങൾ. ലോകത്തെല്ലാവർക്കും അങ്ങനെ സ്വാമി. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചേക്കണ എന്താണെന്ന് അറിയാൻ പറ്റും സ്വാമി? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചേക്കണെന്ന് അറിയാം? കഥ എഴുതാൻ. നല്ല നല്ല കഥകൾ എഴുതാൻ. അല്ലാതെ എന്തിനാ? എങ്ങനെയുണ്ട്? എടാ, കഥ എഴുതാൻ നടക്കാമെന്ന് ഇയാളോട് പറഞ്ഞിരുന്ന. നീ ഇങ്ങോട്ട് കയറുന്ന മുമ്പായിട്ട്. അപ്പൊ അതാണ്. അപ്പൊ ശരി ശരി സ്വാമി. ഞങ്ങളെല്ലാം ഇറങ്ങട്ടെ. അല്ല സ്വാമി, ദക്ഷിണ. എന്തെങ്കിലും തിരക്ക്? അല്ല സ്വാമി, ദക്ഷിണ. അല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല സ്വാമി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹലോ പോലെ. അത് ഈ കവടി മൊത്തം പ്രശ്നങ്ങൾ. ഇയാളാണോ നീ ഉറപ്പായിട്ടും ഗൾഫിൽ പോകുന്ന പറഞ്ഞു? നീ വെറുതെ ഉള്ള ജോലികളാതെ കണ്ട. ഭൂലോക ഫ്രോഡ് അത് കണ്ടറിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് ഓഫീസിൽ കയറുന്ന സമയമില്ല. എടാ, പുള്ളി പറഞ്ഞ കാര്യം എല്ലാം നടന്നിട്ടുണ്ട്. ഇതും നടക്കും. ശരി, ഓഫീസിൽ പോയി തിരക്കണം. നീ പോയിക്കും. നിന്റെ കാര്യത്തിൽ നിന്ന് എന്നെ പറഞ്ഞാൽ മതി. ശരി. എന്താ മാട്ടനെ? അപ്പൊ ഞാനൊരു കാര്യം പറയാനുണ്ട്. മാട്ടനെ, ഞാനിപ്പോ പകല് വെള്ളടിയൊന്നും ഇല്ല. അതല്ല അപ്പൊ ചേട്ടൻ അത്യാവശ്യം വരാൻ പറ്റുമോ? ഞാൻ പാലെടുത്തിട്ട്. അതെ, ഞാൻ വരാം. താൻ വെയിറ്റ് ചെയ്യും. പപ്പച്ചേട്ടൻ എന്താ വേണ്ടേ? ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചു. താൻ വേണേ പറ. അത് ശരി.
ചേട്ടാ क्या है കഴിക്കാൻ എന്താണോ ഉള്ളത്? സമോസ സവാള വള്ള പഴംപൊടി പൊറോട്ട പപ്പൻ ചേട്ടൻ ചെറുട് പറയട്ടെ പെറോട്ടയായാലും മതി. यहाँ पे 2 പൊറോട്ട ശരി ചേട്ടാ പിന്നെ കറി क्या है ചിക്കൻ കറി ബീഫ് ഫ്രൈ ഫിഷ് കറി ഓർ കടല കറി കടല പറയട്ടെ എനിക്ക് ബീഫായാലും മതി. തന്റെ ലാക്സ് ഉണ്ടോ? ബീഫ് മാറ്റി കടല പറയണോ? तो यहाँ पे 2 പൊറോട്ട പിന്നെ എനിക്ക് വെജിറ്റബിൾ കറി എന്താ വെജിറ്റബിൾ ഒന്നും കഴിക്കണ്ട, താനും ബീഫ് കഴിച്ചാൽ മതി. ആ അത് മതി. പിന്നെ ചേട്ടാ ചായ പാൽറ്റി ബ്ലാക്ക് ടീ കോഫി പാൽറ്റി പാൽറ്റി. ഓക്കെ ഓക്കെ ഇപ്പോൾ വരും ചേട്ടാ ഓക്കെ ദോശ പൊറോട്ട പപ്പ ചേട്ടാ ഫ്രൈ ഓർ ഞാനൊരു ഡോക്യുമെന്ററി ചെയ്യാൻ തീരുമാനിച്ചു. കൺഗ്രാറ്റുലേഷൻ. പപ്പ ചേട്ടൻ പണ്ടൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അതിന്റെ പേര്? ഫൂൾസ് ഗോഡ്സ്. വിഡ്ഢികളുടെ അതെ. ആനേനല്ല, പിന്നെ ഈ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഭവം. അതായത് ഈ അന്ധവിശ്വാസങ്ങള്, പക്ഷിശാസ്ത്രം, ജ്യോത്സ്യം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമായിട്ട് അറിയാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. ഐഡിയ ഒക്കെ ഉണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഉണ്ടെന്ന് തെളിയിക്കാൻ. പപ്പച്ചേട്ടൻ ഈ ഒരു പരിപാടിയുടെ ആവശ്യമുണ്ട്. ഒരുപാട് പേര് കണ്ടിരിക്കാം. അതിൽ ഏതെങ്കിലും ഒരാൾ പപ്പച്ചേട്ടന് ജെന്യുവനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്ര നാൾ കണ്ടു വെച്ച ഒരാളും ജെന്യുവനായിട്ട് തോന്നിയിട്ടില്ല പപ്പച്ചേട്ടന്? അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഈ ഇൻഡ്യൂഷനൊക്കെ നോക്കി പറയുന്ന ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഈടടുക്കൽ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. ഈള് കുട്ടിയെ കണ്ട ഉടനെ 18-ാം തീയതിക്ക് ശേഷം വീണ്ടും എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. 17-ാം തീയതി കുട്ടി മരിച്ചു. പപ്പച്ചേട്ടൻ ഇയാളെ കണ്ടായിരുന്നു? അയാളെ എനിക്ക് ചെന്നപ്പോഴും ഒന്ന് ആക്കി പരീക്ഷിക്കാൻ വന്നാണോന്ന്. പിന്നീട് തുടങ്ങിയില്ലേ എൻ്റെ 14 വയസ്സ് മുതൽ എൻ്റെ നല്ല പ്രായത്തിലെ സകല കഥകൾ ഇങ്ങോട്ട് പറഞ്ഞില്ലേ. പിന്നെ താൻ ഇത്രയും നാളും കല്യാണം കഴിക്കാത്തതേ പ്രേമനായ ആവശ്യം കൊണ്ടല്ലേ എന്ന് അയാൾ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ വല്ലതായിപ്പോയില്ലേ. പപ്പച്ചേട്ടൻ്റെ ഭാവിയെ പറ്റുമല്ലോ പറഞ്ഞു. താൻ ആഘോഷമായിട്ട് ജീവിക്കും, പക്ഷെ തൻ്റെ പോക്കറ്റ് 10 പൈസ കാണിയിരുന്നു. പപ്പച്ചേട്ടൻ നമുക്ക് ഇടത്ത് കാണാൻ പറ്റും? അയാളിപ്പോൾ ഉണ്ടോന്ന് പോലും അറിയില്ല. വർഷം എത്രയായി? ഇന്ന് പോകാൻ എങ്ങനെ പറ്റുക? നമ്മുടെ പഴയ സൊസൈറ്റി മെമ്പർ ജോസ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് അയാളെ വീട്ടിൽ വെച്ച് രാവിലെ ഇറാനിയൻ ബിലിയൻസിനെ കുറിച്ച് വിശദമായ ഒരു ചർച്ച. അതിലേക്ക് നമ്മളെ എല്ലാം വിളിച്ചിട്ടുണ്ട്. പപ്പച്ചേട്ടൻ അടിക്കാനല്ലേ? അതേ മേടിച്ചു തരാം പോരെ? അതൊക്കെയാണ് ഞാനും ഒക്കെ. ചെറിയ അമ്പലല്ലേ, അങ്ങനെ ഒരു അമ്പലം ഏരിയ ഇല്ല. ഈ റൂട്ടിൽ തന്നെ ആവണോ അപ്പാ? നിങ്ങളോടാണ് ഈ സ്ഥലം ഓർക്കുന്നത്? പഴയ അരൂരാണ് ഇപ്പോഴത്തെ അരൂര്. ഇപ്പൊ ആ അമ്പലം ഉണ്ടെ തന്നെ പൊളിച്ച് ഫ്ലാറ്റായി കാണും. താപോ കൊടു. ശരി ചേട്ടാ. മാട്ടിന് ഇനിയൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞ ഗൾഫുകാരൻ്റെ വീട്ടിൽ പോയിട്ട് മതി ഇനിയുള്ള തീരുമാനം. മറ്റീന്റെ കാര്യത്തിൽ ചെറിയൊരു അമ്പലല്ലേ? തണ്ണീർമുക്കം പണ്ട് റോഡിലുണ്ട്. എടോ ആ അമ്പലം തന്നെയാണോ? ഏയ് അതാവാൻ സാധ്യതയൊന്നുമില്ല. അവൻ ഓട്ടം കിട്ടാൻ വേണ്ടി. അല്ല ഇനിയിപ്പോ ഇറാനുള്ള കാര്യം തനിക്ക് ഉറപ്പുണ്ടല്ലോ ആ സ്ഥലം തന്നെയാണെന്ന്. അതാവാൻ വഴി. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ ഇരുന്നേച്ച്. വാ തട്ടിപ്പോയിട്ടില്ല. നമസ്കാരം സ്വാമി. വരൂ. മുമ്പരിക്കൽ ഇവിടെ വന്നിരുന്നു. ഇവിടെയല്ല, മനക്കല. ഓർക്കുന്നില്ല. അന്ന് തിരുമേനോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു, പരീക്ഷിക്കാൻ വന്നാണോന്ന്. അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാ വന്നിവിടെ? ഇപ്പൊ എനിക്ക് വേണ്ടിയല്ല, എന്റെ സുഹൃത്ത് മാട്ടിന് വേണ്ടി ഇവിടെ വന്നത്. സ്വാമി, ഞാനൊരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മരണത്തിന് അപ്പുറത്തേക്കുള്ള ജീവിതം, ഇതാണ് സബ്ജക്ട്സ്. മരിക്കാൻ പേടിയാണല്ലേ? അന്ന് സ്വാമി അങ്ങനെ പറഞ്ഞു. അങ്ങനെയുള്ളവർക്കല്ലേ ഇത് അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല. മറ്റുള്ളവർക്ക് 100,000 പ്രശ്നങ്ങളില്ലേ? അപ്പൊ തിരുമേനി ഈ പുനർജന്മം എന്നുള്ള സാധനം ഉണ്ടോ? താങ്കൾ എപ്പോഴാ ജനിച്ചേ? ഞാൻ 28/3/1960 ജനിച്ചു. അതിക്ക് മുന്നേ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലേ? ജനിച്ചു. അതിക്ക് മുൻപ് അച്ഛൻ്റെ ബീജത്തിൽ ജനിച്ചില്ലേ? അച്ഛൻ്റെ ബീജം എവിടെ നിന്നുണ്ടായി? അച്ഛൻ്റെ രക്തത്തിൽ നിന്നല്ലേ? അച്ഛൻ്റെ രക്തം എവിടെ നിന്നുണ്ടായി? കഴിച്ച സസ്യങ്ങളിൽ നിന്നും മത്സ്യമാംസാദികളിൽ നിന്നും. നോൺ വെജിറ്റേറിയൻ അല്ലേ അച്ഛൻ?
അപ്പൊ താങ്കൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? മണലിലോ ഇലയിലോ ജലകണങ്ങളിലോ പല പക്ഷിമൃഗാദികളിലും ഉണ്ടായിരുന്നില്ലേ? അത് തന്നെ പുനർജന്മം. ഈ നിയോഗം തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? സ്വാമി ശങ്കരാചാര്യർ 32-ാം വയസ്സിൽ അറിവ് ലഭിച്ചു. പക്ഷേ ആളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. സ്വാമി വിവേകാനന്ദൻ 39-ാം വയസ്സിൽ തിരിച്ചു വിളിക്കപ്പെട്ടു. ആ രഹസ്യം അറിയുന്നത് മൂപ്പിലാർക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഈ കാര്യം അന്വേഷിച്ച് നടക്കാണല്ലോ. ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞാൻ ഡോക്യുമെൻ്ററി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാവലിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഇൻഡ്യൂഷനൊക്കെ ഉള്ള സ്വാമിയല്ലേ, എത്ര നാൾ ജീവിക്കും എപ്പോൾ ഭരിക്കും എന്നൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. സ്വയം ചികിത്സ ആപത്താണ്. ഇയാളെ ആരുടെ കൊണ്ടെടുക്കുന്നത്? ശരി സ്വാമി. ശരി. നല്ല തൂണ് ഇപ്പം എല്ലാം മനസ്സിലായല്ലോ. കാലൊക്കെ മണക്കി അമ്പലമൊക്കെ തെറ്റിട്ടിരിക്കുക. ഈ താനായിട്ട് പോയാലോ? ചെറുത് മിണ്ടാടി നടന്നേ. വാ. പാമ്പുണ്ട്. എൻ്റെ മാട്ടിന് ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്ര സംശയങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വെറുതെ ഓട്ടോക്കൊല്ലിയും കളഞ്ഞു, എല്ലാം കളഞ്ഞു. പിന്നെ തൻ്റെ ആ ചോദ്യം, അയാളെ ആ കുടിക്കുക ചോദ്യം, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളുടെ വായും കുന്തോ എല്ലാം കൂട്ടിപ്പോയി. ഞാൻ ഓട്ടോ വിളിക്കാം. ഏയ് എവിടെ ഓട്ടോ? നമുക്ക് ബസ്സിന് പോവാം. ഓട്ടോ 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 ഓട്ടോയെങ്കിൽ ഓട്ടോ. ചേട്ടാ എന്താ ചേട്ടാ ഒരു ഓട്ടോ. എവിടെ പോകാനാണ്? അരൂർ സ്റ്റാൻഡ് വരും. അരൂർ സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ ഭയങ്കര ബ്ലോക്കാണ്. എവിടെ? ഞങ്ങളിപ്പോൾ ആ വഴിക്കാണല്ലോ വന്നത്. എന്റെ ചേട്ടന് പോകുന്നുണ്ടോ ചിലപ്പോ. ഇപ്പൊ ഞാനിപ്പോ അവിടെ പോകുന്നില്ല, ബ്ലോക്കാണ്. വേണമെങ്കിൽ ലെഫ്റ്റ് എടുത്ത് പോവാം. എത്ര രൂപ വരും? ലെഫ്റ്റ് എടുത്ത് സ്ട്രൈറ്റ് പോവാം. ചേട്ടാ എത്ര രൂപ വരും? 80 രൂപ. 80 രൂപയോ? വേറെ വണ്ടി വിളിക്കേട്ടാ. വേണ്ട ചേട്ടാ കയറി കേറും. ചേട്ടാ. ചുമ്മാ കൊള്ളയാ. കയറ്. ആ ചേട്ടാ എടുത്തോ. അതെ മാർട്ടിനെ, താൻ ആ മരണത്തിന്റെ പണ്ടാരം മനസ്സിലാക്കി കഴിഞ്ഞാലേ അയാളോട് പറഞ്ഞില്ലെങ്കിൽ എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. ആ പുസ്തകമല്ലേ ചേട്ടാ? അതില്ലേ ഞാൻ വായിച്ചിട്ട് ചേട്ടൻ തരാം. സാറ് വേറെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? മനുഷ്യ ശരീരം. ഞാൻ വായിച്ചിട്ടില്ല. എന്റെ സാറ് എന്താ ഇപ്പം പുസ്തകം അറിയുന്നു? അതിൽ പറയണെന്താണെന്നറിയോ? മനുഷ്യന്റെ ഉടലും പശുവിന്റെ ഉടലും സെയിം ആണെന്നാണ്. പിന്നെ നമ്മ ഈ കഴിക്കുന്ന ഫുഡൊക്കെ ഇല്ലേ, എവിടെ പോയാണ് സാറ് ജയിക്കണത്? മനുഷ്യന്റെ ശരീരത്തിലെ യൂണിറ്റുകളാണ് കോശങ്ങൾ. പ്രോട്ടോപ്ലാസം എന്ന ജീവോസിന്റെ അംശം മെംബ്രെയിനിൽ പൊതിഞ്ഞാണ് കോശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരവും അതിന്റെ അറിയാത്ത അറകളും. അറിയാലോ? എഴുതിയ നിങ്ങൾ അത്യാവശ്യം വായിക്കുന്ന ടീമാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പേര് എഴുതിയിട്ട് പോയാൽ മതി നിർബന്ധം പിടിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ നമ്പർ, അതെന്റെ ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കും. ബസ് സ്റ്റോപ്പാണ് ആ കാണുന്നത്. ശരി, അങ്ങോട്ട് നടന്നാ മതി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓട്ടോറിക്ഷക്കാര് വർത്താനം കൊണ്ട് ആലോചിക്കണേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വായിച്ചു നിങ്ങളുടെ പുസ്തകമായിട്ട് ഉറപ്പായിട്ട് പുള്ളിക്കാരനെ കാണും. ഒരു കാര്യം ചെയ്യാം, പബ്ലിക് ലൈബ്രറി ഹാളിൽ പോ. അവിടെ ചെന്ന പുസ്തകം കിട്ടുമോ? ഇന്നലെ ബിനുവലായിരുന്നല്ലേ? അൺചൈൻ ഉണ്ടായിരുന്നു. അരവന്താട്ടൻ ചേട്ടന്റെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു. ജോസഫേട്ടൻ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോടൂ. ഇവിടുത്തെ പണി തീരണ്ടേ. കഴിഞ്ഞ ആഴ്ച 7 സാമറെ മുകളിൽ കിടന്ന് കളിക്കുമ്പോഴേ എന്റെ ഉള്ളു പിടയായിരുന്നു. എന്ത് ചെയ്യാനാണ്? മാർട്ടിനെ ചായ പറയട്ടെ? ഞാൻ പുസ്തകം. മാർട്ടിനെ ഹൗ ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ വന്നിട്ടുണ്ട്. ഞാനൊരു പുസ്തകം എടുക്കാൻ തീരുമാനിച്ചു. ഏതാ സാധനം? ഒരു മനുഷ്യ ശരീരം. ഏതോ അബ്സ്ട്രാക്ട് സാധനമാണെന്ന് തോന്നുന്നു. താനതല്ലേ എടുക്കൂ. താൻ വായിച്ചിട്ട് പറ, എനിക്കൂടൊന്ന് വായിക്കാനാ. ഓ ശരി.
പപ്പച്ചേട്ടാ, ഈ റൈറ്റർ അലക്സ് കുര്യൻ എന്നാണ് ഇയാളുടെ പേര്. ഒരു സംഭവം വെച്ചാൽ ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റിയ നമ്മുടെ ഡോക്യുമെന്ററിക്ക് മുട്ട ഹെൽപ്പ് ചെയ്യും. ഉറപ്പാണോ? ഉറപ്പാണ്. ചേട്ടാ താനിതൊക്കെ വായിക്കുമോ? കലക്ക സാധനമോ? മനസ്സിലാക്കാൻ ശകലം ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. പുറത്തൊക്കെ നല്ല ചെലവോ. ആണോ? നമുക്ക് ഈ റൈറ്റർ ഒന്ന് കാണാൻ പറ്റാത്ത വഴി? ആളിവിടെ ഇടയ്ക്ക് വരും. കാക്കനാട്ടുകാരനാ, വളരെ നല്ല മനുഷ്യനാണ്. ആണോ? ചേട്ടൻ എടുത്തു. ഈ പപ്പൻ ചേട്ടൻ എവിടെ പോയി? കിട്ടി. മനുഷ്യ ശരീരം വന്നു വന്ന് ഇയാൾ താഴോട്ടാ ഉള്ളത് പറയാമല്ലോ. ഇത് ഓവർ റീഡിങ് കൊണ്ടുള്ള പ്രശ്നമാണ്. ജഡ്ജ്മെന്റ് വിട്ടുപോകും. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പേരക്കുട്ടി റെഫറൻസിന് എടുക്കുന്ന പുസ്തകമാണ്. എടുത്തു. ആ ഓട്ടോറിക്ഷക്കാരൻ ചിലപ്പോൾ വീട്ടിലോട്ട് വരും. ശരി, ഞങ്ങൾ ശരി. വരട്ടെ. ഇത് എന്നെ മോനെ അലക്സ് കുര്യാക്കോ സാറിന്റെ ഫ്ലാറ്റ് മോനെ പപ്പ വീട്ടിലുണ്ടോ? ഹോസ്പിറ്റലിൽ പോയി. എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. എന്ത് ഇഞ്ചക്ഷൻ? പനി വരാതിരിക്കാൻ വേണ്ടി. അവന്റെ ഒപ്പം വെറുതെ നോണ പറഞ്ഞാണ് അവനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ പുറത്ത്. പിള്ളേരെ അല്ല മോനെ, ഏതാണ് ഫ്ലാറ്റ് എന്നറിയോ? കുന്തമുള്ള പുണ്യാളുടെ ഫോട്ടോ ഉള്ള ഫ്ലാറ്റ്. ഒന്ന് പോയിടത് മികാൽമാലയുടെ ഫോട്ടോ ഉള്ള ഫ്ലാറ്റ് ആണ്. അത് ഗീവറീസൺ. കുന്തമുള്ള ഗീവറീസൺ മികാൽമാലയാണ്. പറ്റിനുണ്ടാ? 10 രൂപ. ക്യാപ്റ്റൻ അമേരിക്ക പോലെ ഇരിക്കുന്നത് ഗീവറീസാണ്. ചേട്ടൻ സാറാണോ? സാറ് തന്നെയാ. പോയി കളിക്കടാ. അവിടെ കളിച്ചോണ്ടിരിക്കല്ലേ? ആ വരുന്ന ആളാ. നമസ്കാരം സാർ, എൻ്റെ പേര് മാർട്ടിൻ. സാറിനെ കാണാൻ വേണ്ടി വന്നൊരു ആവശ്യത്തിന്. അയ്യോ, ഇപ്പോഴോ? ഇന്ന് വളരെ വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. സോറി, ഫോർട്ട് കൊച്ചിയിലെ ഗ്രീൻസ് ഹാളില്ലേ, അവിടെ ഒരു ക്ലാസ് ഉണ്ട്, യൂത്തിൻ്റെ ക്ലാസ്സാണ്. അവിടെ ലേറ്റ് ആവാൻ പറ്റില്ല. നമുക്ക് മറ്റൊരു ദിവസം ആവാം. ഇന്ന് നല്ല തിരക്കായതുകൊണ്ടാ. അപ്പോൾ ശരി, ഓക്കെ. എന്ത് നല്ല മനുഷ്യൻ. നമുക്ക് ആ ബാറിൽ കയറി 2 അടിച്ചിട്ടങ്ങ് പിരിയാം. പോരെ, നമുക്ക് ആദ്യം ആ ഹോളിൽ പോ. വാ, 2 അടിച്ചിട്ട് വാ. ഈ ഭൂമി, ഇവിടെയുള്ള മനുഷ്യർ, മൃഗങ്ങൾ, മരങ്ങൾ, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും, നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളും, ഈ ആകാശവും സൂര്യനും നമുക്കറിയാത്ത കോടാനുകോടി സൗരയുധങ്ങളും, ഇതെല്ലാം നിലനിൽക്കുന്നത് മറ്റെന്തോ നിലനിൽക്കാൻ വേണ്ടിയാണ്. പിന്നെ എന്താണ് ഈ മതങ്ങൾ? നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ ദൈവങ്ങളാവുന്നത് എങ്ങനെ? നിങ്ങളുടെ ഉള്ളിലെ പണത്തിനോടുള്ള താല്പര്യത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിഷ്വൽ രൂപമാണ് ലക്ഷ്മി. നിങ്ങളുടെ ഉള്ളിലെ യോദ്ധാവാണ് ഗീവർഗീസ്. നിങ്ങളുടെ ഉള്ളിലെ വൺനെസ് അഥവാ ഏകത്വമാണ് ഇസ്ലാം. നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ് ക്രിസ്തു. അവസാനം നിങ്ങൾ തേങ്ങയുടയ്ക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ്. എന്താണ് മരണം? ഇതൊരു മെഷീനറിയാണ്. ഇതിലെ പാർട്സ് ആണ് ഈ പ്രപഞ്ചവും നമ്മളും. ഇതിൽ നമ്മളെന്ന പാർട്ടിന്റെ ആവശ്യം കഴിയുമ്പോൾ ഈ മെഷീനറി നമ്മളെ പുറത്താക്കുന്നതിന്റെ പേരാണ് മരണം. ഇതിന്റെ വികാരം എല്ലാ വികാരങ്ങൾക്കും അപ്പുറത്താണ്. അവിടെ എത്താൻ മനുഷ്യന് വാക്കുകളില്ല. അതുകൊണ്ട് ഇതിനെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും നിർഗുണ പരബ്രഹ്മം എന്ന് വിളിക്കും. സത്യത്തിൽ ഈ അൺഡിഫൈൻഡ് ഇറ്റ് നമ്മൾ എല്ലാവരെയും ഉപയോഗിക്കുകയാണ് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി. എനി ക്വസ്റ്റ്യൻസ്? സാറി പറയുന്ന ഇറ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴാണ് എവിടെ ഉപയോഗിക്കുന്നത് പറയാമോ? ഐ എം എ മീഡിയ പേഴ്സൺ. എനിക്ക് ബിസിനസ് ഉണ്ട്. ഞാനൊരു കുട്ടിയെ പ്രേമിക്കുന്നുണ്ട്. ഞങ്ങളോട് തന്നെ വിവാഹം കഴിക്കും. ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകും, അവർക്കും കുട്ടികളുണ്ടാകും. ആൻഡ് ലൈഫ് ഗോസ് ഓൺ. സാറി പറയുന്ന ഇറ്റ് എവിടെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പ് എടുക്കുന്നത് പറയാം. Okay, we mean the preparations like we'll be booking the venue,
We'll be making the flower arrangements, we'll be booking the catering people and the event management people to handle the entire decor. Okay, venue, event management, catering. Anyone? ഹണിമൂണിന് എവിടെ പോവാം? ഫോട്ടോഗ്രാഫി ആരെ ഏൽപ്പിക്കണം? Really? വെഡിങ് ആൽബം എവിടെ ചെയ്യണം? ഈൾ എന്തിനുള്ള ഉറപ്പാടാ? സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ചെറുക്കനെ നമുക്ക് സർപ്രൈസിംഗ് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് എന്തെല്ലാം വിളിക്കാം? കുട്ട, ചേട്ട, ചക്കരെ. ഈ കൂടെ റേഡിയോ ബാങ്കിലാണ് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻസ് അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന അതേ കല്യാണ മണ്ഡപത്തിൽ അവൻ പിറ്റേ ദിവസം വേറൊരു കല്യാണം നടത്തും. നിങ്ങൾ എടുക്കുന്ന ഹണിമൂൺ കോട്ടേജിൽ അവൻ നിങ്ങൾ ഇറങ്ങുമ്പോൾ അടുത്ത കപ്പിളിന് കൊണ്ടുവരും. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി വയസ്സായി മരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ അവസ്ഥ അത് തന്നെയല്ലേ? അല്ലേ? അവരുടെ മക്കളുടെ അവസ്ഥ അത് തന്നെയല്ലേ? താങ്ക് യു. മാറ്റിനെ വാ, ഞാൻ ഏറ്റന്നേ. നമുക്ക് അയാളെ കണ്ട് സംസാരിക്കാനേ. വാ വാ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? വാ. സാർ നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾ സാറിനത് കാണാൻ വന്ന ഫംഗ്ഷൻ ഉണ്ടായിരുന്നു സാർ. സാറിനെ കുറച്ച് ഡൗട്ട്സ് ചോദിക്കണ്ടായിരുന്നു. അയ്യോ, ഇപ്പോഴോ? ഞാൻ പാലക്കാടിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ഒരു സ്പീച്ച് ഉണ്ട്. സാർ പോണേക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. പോണേക്ക് ഇറങ്ങിക്കോളാം. ഓക്കെ, കയറിക്കോ. ആ ഹലോ, 7 മണിക്കല്ലേ? എത്തും. ഓക്കെ, അവിടെ കാണാം. മാർട്ടിനെ, ഈ നിയോഗത്തെക്കുറിച്ച് വലിയൊരു തമാശയാണ്. എല്ലാവരും വിചാരിക്കും ഈ ഒരാൾ വലിയ പൈസാക്കാരനായിട്ട് മരിച്ചു, പിന്നെ വേറൊരാൾ പ്രസിഡൻ്റായിട്ട് മരിച്ചു, അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരാൾ മരിച്ചു എന്നൊക്കെ. നമ്മളീ പറഞ്ഞ അൺഡിഫൈൻഡിറ്റിന് എന്ത് സക്സസ്, എന്ത് തോൽവി, എല്ലാം ഒരുപോലെയാണ് അതിന്. ഈ വിൻസെൻ്റ് ചർച്ചിൽ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഒരു ചെടി നടാനായിരിക്കും. മറ്റൊരാൾ വേറൊരാളെ ഈ റോഡ് ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ജനിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടറുടെ നിയോഗം ഒരു രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരിക്കും. ഒന്ന് നിർത്ത്. അതേതാ മാധവ്? വീപ്പിംഗ് മേരി. അതേ കരയാണ്. പിന്നെ ഇവര് എന്നതിനോട് കരഞ്ഞിട്ട് എന്താ കാര്യം? സീരിയൽ കണ്ട് കരയുന്ന ചില പെണ്ണുങ്ങളും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? ആക്ച്വലി ഇവരോട് തന്നെ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇവരുടെ മനസ്സിന്റെ വിഷ്വൽ രൂപം അത്. റോമിലിരിക്കുന്നവരുടെ ബുദ്ധി നോക്കണേ. പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളെ പോലെ ചിന്തിക്കുന്ന ആണുങ്ങളെയും വീഴ്ത്താനുള്ള ഒരു ഡിസൈനാ അവരുണ്ടാക്കിയിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് നല്ല മാർക്കറ്റാ. ഈ ഹിന്ദുക്കളിലും ചില അമ്മമാരുണ്ടേ. റോബിനെ, വണ്ടിയെടുക്ക്. പറഞ്ഞു ശരിയാ സാറേ. മാതാ പിതാ ഗുരു ദൈവം. അത് തന്നെ. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സാർ. ഇവിടെ ശരി. നമസ്കാരം സാറേ. താങ്ക് യു സാർ. ഓക്കെ കാണാം. നല്ല വിവരമുള്ളത്. നാളെ കുറച്ച് നേരത്തെ എഴുന്നേക്കണം. നമുക്ക് ഒട്ടും വരെ പോകാനുണ്ട്. എവിടെ പോകാൻ? പറഞ്ഞനുസരിച്ച് വെച്ചാൽ മതി. ശരി. ഒന്ന് വേഗം നടക്ക. അമ്മയമ്മോ എവിടെ പോണ്? ഞങ്ങളിവിടെ അടുത്തൊരു സ്ഥലം വരെ പോവാം. ഞങ്ങളങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഒരു ദിവസം വാ. അപ്പനിപ്പ മുട്ട കോമഡിയാണ്. ഇപ്പൊ വരുന്നവർക്ക് ഇരുചൊക്കെ ഉണ്ട്. അതില്ലേ ചാതാലിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട്. അപ്പന് ഭയങ്കര പേടിയാണ്. എന്നിട്ട് അപ്പന് തലക്കടലിൽ എപ്പോഴും ഉണ്ടാവും. നോട്ടുണ്ടാവും, പൈസ ഉണ്ടാവും. എന്നിട്ട് ആ പൈസ പതിനൊക്കെ കൊടുക്കും. പോകുമ്പോ ആ കാശ് എനിക്ക് തരുണ്ടോ? ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരിടാ. പേടിക്കാനൊന്നുമില്ല.
27 പുതിയ നിയമ അധ്യായങ്ങളും 39 പഴയ നിയമ അധ്യായങ്ങളുമാണ് പഠിക്കുന്നത്. ഈ പഴയ നിയമ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 400-ൽ പരം വർഷമെടുത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട 40 പ്രവാചകന്മാരാൽ എഴുതപ്പെട്ട പുസ്തകമാണിത്. നമ്മൾ ബൈബിളിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു പഠിച്ച അധ്യായം ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചായിരുന്നു അല്ലേ? ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ അനേകം കാലം പഠിക്കണ്ടേ. ആ മോനെ പോലെ കേട്ടോ. ആ മോനോട് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് പറയാനുണ്ട്. ആ ആ ആ പക്ഷേ പിശാച് തോന്നിപ്പിക്കും. പക്ഷേ മോൻ പോലെ കേട്ടോ. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് നീ വിചാരിക്കുന്ന പോലെ അല്ല മോനെ. നിനക്ക് വേറൊരു പ്രശ്നമുണ്ട്. അതിന് പറ്റിയ ഒരാളുടെ അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത്. ആ നമ്മൾ ദൈവത്തെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരും വിഗ്രഹങ്ങളിരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് കരുതാറുള്ളത്. എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ പോലെ നീ പറയുന്ന ഞാൻ സമ്മതിക്കൂല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നില്ല. കാല് വേണേ പിടിക്കാൻ ഞാൻ. എന്റെ മോനെ ബൈബിളിൽ ഇതിനെ കുറിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പല സ്ഥലങ്ങളായി പറഞ്ഞു. എന്റെ മാട്ടിനെ നീ പറയുന്ന ഒന്ന് കേക്ക്. ദൈവത്തെക്കാട്ട് എന്തിനും പ്രാമുഖ്യം കൊടുക്കും. അതാണ് വിഗ്രഹം. ചിലർക്ക് പണമായിരിക്കാം, ചിലർക്ക് സ്വന്തം മക്കളായിരിക്കാം, ചിലർക്ക് സ്വന്തം കാറായിരിക്കാം, ചിലപ്പോൾ ചിലർ വിഗ്രഹം മദ്യമായിരിക്കും. ദൈവത്തിനേക്കാൾ ഒന്നിനും പ്രാമുഖ്യം. പാസ്റ്റർ വന്നിട്ടുണ്ടേ. ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ വേദന ഉണ്ടൊന്നും അല്ല. മോൻ തല്ലില്ലോ എന്നുള്ളതിന്റെ വിഷമം കൊണ്ട് വീണതല്ലേ. ഇവിടെ സൗകര്യമൊക്കെ വളരെ കുറവാ. അപ്പൊ മോന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച തീരെയുള്ള പ്രശ്നമുള്ളൂ അല്ലേ ആന്റണി? അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അപ്പൊ മോനെ നമുക്ക് വെളിയോട്ട് ഇറങ്ങി കുറച്ച് സമയം സംസാരിച്ചിരിക്കാം കേട്ടോ. വാ വാ ആ നമുക്കൊരു സ്ഥലം വരെ പോവാം. അപ്പൊ ആന്റണി ഞങ്ങളൊരു സ്ഥലം വരെ ഞങ്ങൾ ഒന്ന് രണ്ട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് സന്തോഷിച്ച് വരാം കേട്ടോ. വാ നല്ല കാറ്റല്ലേ. മാർട്ടിൻ്റെ പേരല്ലേ? നല്ല പേരാ. സെന്റ് മാർട്ടിൻ്റെ പേരാണല്ലോ. ആ ഒരു പ്രശ്നവും മോല്ലതേ. പിന്നെ പെണ്ണുങ്ങളിലേന്നേ അവരെ ഒന്ന് കിട്ടിയ 100 ആക്കുന്നേ. ഞാൻ ഉപദേശം പറഞ്ഞല്ലേ കേട്ടോ. പിന്നെ ഈ ഭാവി അറിയാൻ പോയിട്ടുണ്ടോ? ഭാവിയും ഭൂതം എല്ലാം കർത്താവിൻ്റെ കയ്യിലാണല്ലേ. പിന്നെ മാർട്ടിനെ അതെ ഈ ദൈവത്തെ പറ്റിയൊരു പരിപാടിയുണ്ട്. പാവം ദൈവം പെട്ടുപോകും, അരിപ്പിളവി പോവും. പിന്നെ നമ്മൾ എപ്പോഴായി പ്രാർത്ഥിക്കുന്നത്? ഒരാവശ്യം വരുമ്പോൾ ഈ ആഗ്രഹമില്ലാത്ത മനസ്സിൽ ദൈവത്തിന് സ്ഥാനമില്ല. ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി ചോദിക്കത്തില്ല. ചോദിച്ചാലേ തന്നിലുള്ള പരാതിയുള്ളൂ. ബൈബിളിൽ കർത്താവ് വിളിച്ചിട്ട് പ്രാർത്ഥനയുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരയണമേ. കേട്ടിട്ടുണ്ടോ? ബാക്കി മുഴുവൻ ദൈവത്തെ പ്രകീർത്തിച്ചിട്ട് ഭൂമിയിലുള്ള ഒരു കാര്യം മാത്രമേ കർത്താവിനോട് ആവശ്യപ്പെടുന്നുള്ളൂ. എന്താണത്? അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത്രയും ആഗ്രഹം മതി. കൂടിപ്പോയാൽ ചത്തുപോകുമെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഈ ദൈവത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കള്ളത്തരമൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഇതേ വിശ്വാസികളുടെ പ്രാർത്ഥനാലയമാണ്. ഇവിടെ ഈ പണിയൊന്നും നടക്കത്തില്ല. നീ ഇത് എവിടുന്ന് വന്ന്? ഇവിടെ ഒന്നും നടക്കത്തില്ല. ഇവിടെ നല്ല പ്രാർത്ഥനയും ആത്മാവിന്റെ കൃപാവരുള്ള സ്ഥലമാ. ദേശക്കെല്ലാം കൂട്ടി പിടിച്ചെടുത്തിട്ട് ഈ കളിയുണ്ടല്ലോ, ആകാശത്ത് വെച്ച മിഖാലിനെ കൊണ്ട് തന്നെ വെട്ടിക്കും. ഒരു വിശ്വാസിക്ക് ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ണ് കാണാൻ വരുന്നുള്ളൂ, നമുക്ക് പറ്റാത്ത പലതും കാണാൻ വിളിക്ക്. അവിടെ എന്താ വേണം ദൈവത്തിനൊക്കെ.
ആത്മീയ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതായിട്ട് ഒന്നുമില്ല. നിന്റെ ഒരടവും ഇവിടെ നടക്കത്തില്ല. സങ്കീർത്തനം 91 വായിച്ച് കേൾപ്പിച്ചാൽ ഇല്ല നീ ഇവിടെ. സ്വപ്നങ്ങൾ തൻ തേരോട്ടം ഓട്ടം ഈ മാറ്റങ്ങൾ തൻ മടിത്തട്ടിൽ ഞാനും കനവിലും നീലവിലും സ്വപ്നങ്ങൾ തൻ തേരോട്ടം ഓട്ടം ഈയൊരു വേഗമാം കാലമതിൽ ജീവന്റെ നാമ്പുകൾ തേയുടഞ്ഞു നീരുകൾ സ്വയം മറച്ചുറങ്ങിടുമ്പോൾ ഒരു മരണത്തിൻ ദൂതൻ തേടി വന്നു. കാലം മാറ്റം വരും, നേരം വരും. കല്ലിൽ പൂവിരിയും വേനലതിൽ മഴ പൊഴിയും. കാര്യം ഈ ന്യൂ ജനറേഷൻ റൈറ്റേഴ്സിൻ്റെ ആയിട്ടൊന്നും ഞാൻ നോക്കാറില്ല, താല്പര്യമില്ലാഞ്ഞിട്ടാണ്. പിന്നെ പപ്പൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ വിഷമം വിചാരിക്കരുത്, സാരം കൊള്ളിലേക്ക് ചവറ്റോട്ടയിൽ സാരം ഇടും. ഓക്കെ എന്നാ. ഹലോ, അത്ഭുതമാണല്ലോ. നടക്കാൻ എറിയതാണോ? കൺഗ്രാറ്റുലേഷൻസ്, ഐ ലവ് ദാറ്റ് സ്പിരിറ്റ്. അപ്പൊ ഇന്ന് മുതൽ ജോയിൻ മീ. ഇവിടെ ഒരു അടുത്തൊരു ജിമ്മുണ്ട്, സിംപ്ലി ഓസം. അവിടെ പോയാൽ നിങ്ങൾ ഒരിക്കലും നിർത്തില്ല. ഞാനിപ്പോ 1 മാസമായി അവിടെ. ആ കണ്ടല്ലോ, ഇത് അടിപൊളി ജിമ്മാ. ഹലോ, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയോ? എവിടെ വരെ എത്തിയിപ്പോ? എവിടെ വരെ എത്തിയിപ്പോ? അടിപൊളി, കോൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. വാ മാട്ടിരെ, ഇയാൾ ഇവിടെ കഴിഞ്ഞ 6 വർഷം മുടങ്ങാതെ വർക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മാട്ടിരെ, ലെഗ് മൂവ്മെന്റ് ശ്രദ്ധിക്കൂ. അടിപൊളി സാധനം. ഓക്കെ സാർ, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ അഡ്വാൻസ് ഇപ്പം തരാം. സ്വപ്നങ്ങൾ തൻ തേരോട്ടം ഓട്ടം ഈ മാറ്റങ്ങൾ തൻ മടിത്തട്ടിൽ ഞാനും ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇരുളിൽ നടന്നകന്നു പോയ എത്ര പകലുകൾ മരണം മുഴങ്ങും മണികൾ കേട്ട എത്ര രാത്രികൾ പോകു പഴയ
ഹലോ, ജിതിൻ്റെ വീട്ടിൽ അച്ഛന് സുഖമില്ലെന്ന്. ആണോ? നമുക്കൊന്ന് അവിടെ പോവാം. എന്നാ പോവാ. അപ്പം പൊക്കോ, ഞങ്ങക്ക് വേണ്ട, ഇവിടെ ആർക്കും വേണ്ട. അപ്പം പൊക്കോ, ഞങ്ങക്ക് വേണ്ട. അപ്പം പോ, ആത്മാവിന് വിട്ടു കൊടുക്ക്. ഞങ്ങളുടെ അപ്പം പോയേ, ഞങ്ങളുടെ അപ്പം പോയേ, ഞങ്ങളുടെ അപ്പം കഴിക്കാൻ പൊറോട്ട ഇറച്ചിയുണ്ട്. ഗോൾഡ് ഉണ്ട്, ഗോൾഡ്. ഒരു മിനിറ്റ് ഇപ്പം തരാട്ടാ. എന്തുപറ്റി? നാളെ നമുക്ക് മുളകാട് വരെ ഒന്ന് പോണം. നാളെ
മാർട്ടിനെ 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 അവിടെ എന്ത് ചെയ്യാ നീ? ഞാൻ ഉറങ്ങാൻ പോണ, എനിക്ക് ഉറക്കം വരണ്ട്. ഒരു കാര്യം പറയാനുണ്ട്, കഥ തുറന്നേ. എടാ തുറക്കാൻ. അമ്മ കിടന്നു. എന്ത് പറ്റി നിനക്ക്? അമ്മ കടന്നു, എനിക്ക് ഉറക്കം വരണ്ട്. നീ എവിടെ പോണോ? പുറത്തോട്ട്. നീ ഇന്ന് നേരത്തെ വരണം. നമ്മുടെ സജി പാസ്റ്റർ ഇല്ലേ പ്രാർത്ഥിക്കാൻ വരുന്നേ, സജി പാസ്റ്റർ വീട് വരെ ഒന്ന് പോണം. വരാം. ചേട്ടാ ചേട്ടാ, ഈ റിനേ മെഡിസിലോട്ട് പോണ വഴി ഏതാണ്? ഈ വിൻസെന്റ് ചർച്ചിൽ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഒരു ചെടി നടാനായിരിക്കും. മറ്റൊരാള് വേറൊരാളെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ജനിച്ചിരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ? അthen ഞാൻ അലിനെ വിളിച്ചില്ല. അത് പാസ്റ്ററുടെ അടുത്ത് നാളെ പോ. അലിനെ ജിതി വിളിച്ചിരുന്നോ? ആ പാസ്റ്ററുടെ അടുത്ത് നാളെ പോവാന്ന്. അല്ല ഞാൻ അലിനെ അമ്മേ പാസ്റ്ററുടെ അടുത്ത് നാളെ പോവാന്ന്. അലിനിപ്പോ എവിടെ ഉണ്ടാവും ജിതി? അവൻ സ്റ്റുഡിയോയിലാണോ? ആ അതാ ഞാൻ വിളിച്ചിട്ട് കിട്ടാതെ. ആ അമ്മേ പാസ്റ്ററുടെ അടുത്ത് നാളെ പോവാന്ന്. ചേർത്തലയിൽ നിന്ന് വന്നവരൊക്കെ പോയോ? ആ ഒന്നുമില്ല, അവൻ വിളിക്കുവാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിക്കും. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്?
അമ്മേ ഞാനോർത്ത് അവിടെ കാണുമെന്ന്. ഇവിടുന്ന് രാവിലെ ഇറങ്ങിയതാണ്. അമ്മേ. ശരി ശരി. അമ്മേ. ആ അല്ല, ഓഫീസിലാണല്ലേ? ആ പിന്നെ വിളിക്കാം. അമ്മേ. അമ്മേ. ഹലോ ജസ്നെ, വീട്ടിലല്ലേ? അവൻ അങ്ങോട്ട് തന്നെ വന്നിരുന്നോ? ഇവിടുന്ന് രാവിലെ പോയതാണ്. ഇല്ല ഇല്ലില്ല, വിളിച്ചോളാം. തോന്നുന്ന സമയത്ത് കയറി വരും, തോന്നുന്ന സമയത്ത് ഇറങ്ങി പോകും. നമ്മളെന്ത് ചെയ്യാനാ? ചെറിയ കൊച്ചൊന്നുമല്ലല്ലോ എടുത്തു നടക്കാൻ. അമ്മ അമ്മ ആ വരുമ്പോ വരട്ടെ. ദൈവശക്തി വെളിപ്പെടണമേ, ദൈവത്തിന് ശക്തി വെളിപ്പെടുത്തണമേ, ദൈവത്തിന് ശക്തി ദൈവത്തിന് ശക്തി വെളിപ്പെടുത്തണമേ. ഹാലേലിയ ഹാലേലിയ, ദൈവത്തിന് ശക്തി വെളിപ്പെടുത്തണം. ആ ഹാലേലിയ, യേശുവിന്റെ നാമത്തിൽ ഹാലേലിയ ഹാലേലിയ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ഹാലേലിയ, എല്ലാ പ്രവർത്തിയും വിട്ടുപോകണം കർത്താവേ. ഹാലേലിയ, അനുഗ്രഹിക്കണമേ, ദൈവം എല്ലാവരെയും സഹായിക്കണമേ, ദൈവം എല്ലാവരെയും വിടുവിക്കണേ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ 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 ദൈവമേ, ഹാലേലിയ ഹാലേലിയ, ദൈവമേ അനുഗ്രഹിക്കണമേ. ഹാലേലിയ, എല്ലാവിധ ദുഷ്ടശക്തികളെയും ദേശശക്തികളെയും ഓ ഹാലേലിയ 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 ഹാലേലിയ, ദൈവത്തിന് ശക്തി വരണമേ, ദൈവത്തിന് ശക്തി വരണമേ, ദൈവത്തിന് ശക്തി വരണമേ. ദൈവം എല്ലാവരെയും വിടുവിക്കണമേ, എല്ലാ ദുഷ്ടത്തിൻ്റെ ശക്തിയിൽ നിന്ന് കർത്താവ് എല്ലാവരും വിടുവിക്കണമേ, എല്ലാവിധ ശക്തികളിൽ നിന്ന് ദൈവം എല്ലാവരും വിടുവിച്ച് കാത്തുകൊള്ളണമേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ, ദൈവത്തിന് ശക്തി വെളിപ്പെടണമേ, ദൈവത്തിന് ശക്തി വെളിപ്പെടണമേ. ഹാലേലിയ ഹാലേലിയ ഹാലേലിയ, നിങ്ങൾ ഏൽപ്പിച്ച് ജോലി നിങ്ങൾ ചെയ്തില്ല, എന്നാൽ ദൈവത്തിന് തീരുമാനത്തെ നൽകാൻ ആർക്ക് കഴിയും? അത് മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങളെ ഇനി ഭൂമിക്ക് ആവശ്യമില്ല. കാരണം നിങ്ങളെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞ ആ നിമിഷം നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സർവചരാചര പ്രപഞ്ചത്തിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മറ്റൊരവസ്ഥയിലേക്ക് മാറപ്പെടേണ്ടതാണ്. അങ്ങനെ പോകണമെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിയ വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിച്ചേ പറ്റൂ. അത് സംഭവിക്കാത്തടത്തോളം കാലം നിങ്ങളിങ്ങനെ ആരാലും തിരിച്ചറിയപ്പെടാതെ ചുറ്റിപ്പറ്റി നടക്കും. നിങ്ങളതിന് തയ്യാറായി കഴിയുമ്പോൾ പ്രപഞ്ചം അതിന് ജോലി ചെയ്തുകൊള്ളും. ഓ ദൈവശക്തി വെളിപ്പെടണമേ, ദൈവശക്തി വെളിപ്പെടണമേ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ ദൈവശക്തി വെളിപ്പെടണമേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണേ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണേ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണേ. ഓ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ഹാലേലൂയ 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 ഹാലേലൂയ. ഓ പരിപാലിക്കണമേ പരിപാലിക്കണമേ പരിപാലിക്കണമേ. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണേ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ മറ്റൊരവസ്ഥയിലേക്ക് മാറപ്പെടേണ്ടതാണ്. അങ്ങനെ പോകണമെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് വഴി കൂടി നിങ്ങൾ സഞ്ചരിച്ചേ പറ്റൂ. അത് സംഭവിക്കാത്തടത്തോളം കാലം
നിങ്ങൾ മറ്റാരാലും തിരിച്ചറിയപ്പെടാതെ ചുറ്റിപ്പറ്റി നടക്കും. നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ പ്രപഞ്ചം അതിൻ്റെ ജോലി ചെയ്തുകൊള്ളും. ഹലോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് പോയടാ. എഴുന്നേക്ക്. ഔട്ടായത് തന്നെയാ. എഴുന്നേറ്റ് പോടാ. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്. ഈ കസേര മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കളിക്കാം. മുറ്റത്തൊരു തോണി, തോണിക്കാരൻ ജോണി, തോണി ഒഴുകി പോയപ്പോൾ ജോണിയില്ല ജോലി. മുറ്റത്തൊരു തോണി, തോണിക്കാരൻ ജോണി. എഴുന്നേക്കരുത്. മുറ്റത്തൊരു തോണി, തോണിക്കാരൻ ജോണി, തോണി ഒഴുകി പോയപ്പോൾ ജോണിയില്ല ജോലി. മുറ്റത്തൊരു തോണി, തോണിക്കാരൻ ജോണി. അറിയൂ, ഇവിടെ എങ്ങനെയുള്ളതല്ല, ഈ നാട്ടുകാരനല്ല. ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഇന്നലെ ഒരു കൊച്ചിറങ്ങിയിട്ട് നാട്ടുകാർ കണ്ടിട്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ഇത് മാർട്ടിനല്ലേ? അറിയൂ, പോലീസിലും മെമ്പറിനെ അറിയിക്കണ്ടേ? മെമ്പറിനെ അറിയിക്കണം, സ്റ്റേഷനിലും അറിയിക്കണം. മാർട്ടിൻ തന്നെയാണിത്. ഇപ്പോൾ മാർട്ടിനെ അധികമായി സ്നേഹിക്കുന്ന, ആഴമായി സ്നേഹിക്കുന്ന ആരെങ്കിലും മാർട്ടിൻ്റെ മുഖം തുണി കൊണ്ട് മറയ്ക്കുവാൻ ഞാൻ പറയുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നീ ഉയർത്തെഴുന്നേൽക്കും. കെട്ടിയടച്ചോ. തോണിക്കാരൻ ജോണി, തോണി ഒഴുകി പോയി ഇപ്പോൾ ജോണിക്കില്ല ജോലി. മുറ്റത്തൊരു തോണി, തോണിക്കാരൻ ജോണി, തോണി ഒഴുകി പോയി ഇപ്പോൾ ജോണിക്കില്ല ജോലി. മുറ്റത്തൊരു തോണി, തോണിക്കാരൻ ജോണി, തോണി ഒഴുകി പോയി ഇപ്പോൾ ജോണിക്കില്ല ജോലി. മുറ്റത്തൊരു തോണി, തോണിക്കാരൻ ജോണി, തോണി ഒഴുകി പോയി ഇപ്പോൾ ജോണിക്കില്ല ജോലി. മുറ്റത്തൊരു തോണി. എന്തു പറ്റി പറയടാ. അപ്പേ അവരെന്നെ കളയിന്ന് പുറത്താക്കി. അതിനെന്താ മോനെ, അപ്പ വേറെ സ്ഥലത്ത് കളിക്കാൻ കൊണ്ടു കേട്ടോ. നീ ഒന്നിച്ചിരിക്കടാ.